ശ്രീജേച്ചി ഘോഷയാത്രയാണെന്ന് പറഞ്ഞില്ലേ? തുടങ്ങി എവിടെ കൊട്ടും മേളമൊക്കെ കേക്കണ്. പെട്ടെന്ന് വാ. നീ മുടുപ്പര പോണോ? ഞാൻ ഇറങ്ങി. മുടുപ്പരയില് ഘോഷയാത്ര തുടങ്ങിയാടി. രമേശേട്ടാ, ഞാൻ ഘോഷയാത്ര കാണാൻ പോണേ, അങ്ങ് വരുവോ? എടി മക്കളെ, ഞാനും കൂടെ വരട്ടാ. നിങ്ങളെ കൊണ്ട് ഞാൻ പോയാ നിങ്ങൾക്ക് കാലം വയ്യാതിരിക്കണം. അവിടെ കുത്തനെ ഇറങ്ങണ സ്ഥലമാണ്. കൊണ്ടുപോയി അവിടെ ചരക്ക് വീണെങ്കിൽ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടിരുന്ന എനിക്ക് കാണണ്ടേ ഘോഷയാത്ര. ഇത്തിരി മാമിയെ കൂടെ കൊണ്ടുപോണേ. എന്തിനാണേ? അവർക്ക് വയ്യാത്തതാണ്. ഈ വയസ്സാം കാലത്ത് ഞാൻ അവരെയും കൂടെ കൊണ്ടുപോയി. അപ്പോ ഇതെന്തൊരു പെണ്ണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഇത്തിരി അമ്മയ്ക്ക് കൂട്ടിരിക്കോ? ഞാനും പോണ്. ഇത് കാണണം. ഘോഷയാത്ര തുടങ്ങി തോന്നണം. അവിടെ കൊട്ടൊക്കെ കേൾക്കണം. നീ എന്നെ പിടിച്ചോണ്ട് അങ്ങോട്ട് വയ്യാതെ ഞാൻ കൂടെ വരാം. ഞാൻ ഈ ബണ്ടിന്റെ അവിടെ നിന്ന് ഒന്ന് നോക്കണേ. അങ്ങ് പോണില്ല, മുടുപ്പരടയിൽ പോണില്ല. ഞാൻ ഇവിടെ ബണ്ടിന്റെ അവിടെ നിന്നാണ് നോക്കണം മാമി. അല്ലെങ്കിൽ ഞാൻ മാമിയെ കൂടെ കൊണ്ടുപോയാൻ. അമ്മയ്ക്ക് ഒരാഗ്രഹം മക്കളെ. മാമി വിഷമം വിചാരിക്കാതെ മാമി, ഞാൻ അടുത്ത വർഷം കൊണ്ടുപോവാം. പറ്റൂലെങ്കിൽ പിന്നെ വേണ്ട. എനിക്ക് കാല് വയ്യ മാമി. നമ്മളെ കാലത്ത് ഉത്സവമാണ് ഉത്സവം. മുടുപ്പരയില് നമ്മൾ ഒരു പോക്കുണ്ട്. അന്ന് ഇന്നത്തെ പോലത്തെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. പ്രധാന പരിപാടി വിളക്കെഴുന്നള്ളത്ത്. തന്നല്ലേ മാമി? അത് കാണാൻ വേണ്ടി നമ്മൾ വിളക്കിന്റെ കൂടെ വിളക്കെഴുന്നള്ളത്ത് രാത്രി ഒരു 8 മണിയാവുമ്പോ വിളക്കെടുക്കും. ആ വിളക്കിന്റെ കൂടെ നമ്മൾ മുടുപ്പരയിടയിൽ പെയ്യ നമ്മൾ ഈ പായും പുൽപ്പായുണ്ട് അന്നത്തെ പായും നമ്മളെ മൂടണ പുതപ്പും ഒക്കെ കൊണ്ടാണ് പോണത്. മുടുപ്പരയിടയിൽ വിരിച്ച് അവിടെ കിടക്കും. കുറെ പുളിയങ്കുരുവും അല്ലക്കുരുവും ഒക്കെ കൂടെ കൊണ്ടുപോയി. അയ്യോ, ഞാനും അങ്ങതിയിലെ തങ്കമ്മയും മേലേതിലെ മീനാക്ഷിയും എല്ലാരും കൂടെ ഒരു പോക്കുണ്ട്. ഒരു വല്ലാത്ത രസമാണത്. എന്റെ അമ്മയും പറയും ഈ കഥകളൊക്കെ. അവിടെ കിടന്ന് നമ്മൾ പായ വിട്ട് ഉറങ്ങിയ രാത്രി 12 മണിക്കാണ് വിളക്കെഴുന്നള്ളത്ത്. അപ്പൊ അവിടത്തെ ആർപ്പോ കൂവോ വിളി കേട്ടും കൊണ്ട് നമ്മൾ ഞെട്ടി ഉണർന്ന് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. പിന്നെ എന്തൊരു തുള്ളലും ബഹളവും. അമ്മേ ദേവിയേ, അന്നത്തെ കാലം. പോണ എന്തിനെന്ന് വെച്ചാ, എനിക്ക് അന്ന് മുടുപ്പരയിടയിൽ പോകുമ്പോഴാണ് എന്റെ നാരായണേട്ടൻ ഇത്തിരി കാണാൻ പറ്റണത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പോണത്. ഞാൻ മുടുപ്പരയിടയിൽ പോണില്ല, അല്ലെങ്കിൽ ഞാൻ മാമിയെ കൂടെ കൊണ്ടുപോയാൽ. അന്നത്തേക്ക് കാലം. അന്ന് ഞാൻ പെടവയും കവണിയൊക്കെ ഉടുത്ത് കുട്ടിക്കൂറ പൗഡർ ഇട്ട്. കാരണം എൻ്റെ നാരായണേട്ടന് കുട്ടിക്കൂറ പൗഡർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ മണം എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഇതൊരു വല്ലാത്ത മണമാണ്. ഞാനങ്ങ് കണ്ണു എഴുതി പൊട്ടും തൊട്ടൊക്കെ പോവുള്ളൂ. കാരണം കണ്ണെഴുതിയില്ലെങ്കിൽ നാരായണേട്ടൻ ചോദിക്കും, എന്തടി നീ കണ്ണെഴുതാത്തത്? എൻ്റെ പൊട്ട് പ്രത്യേക ഒരു രസമാണെന്ന് നാരായണേട്ടൻ പറയും. ഞാൻ മുടുപ്പരയിൽ ആ മടപ്പള്ളിയുടെ അരികിന് പോയി നിൽക്കും. അവിടെ എവിടെയെങ്കിലും എൻ്റെ നാരായണേട്ടൻ കാണുമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കുമ്പം എന്നെ തന്നെ നോക്കിക്കൊണ്ടൊരു കള്ളച്ചിരിയും ചിരിച്ച് എൻ്റെ നാരായണേട്ടൻ അവിടെ നിൽക്കും. വല്ലാത്തൊരനുഭൂതിയാണ് മക്കളെ. പിന്നെ കണ്ണും കാലും കടാശവും ഒക്കെ കാണിച്ചൊരു കള്ളച്ചിരിയും ചിരിച്ച് എൻ്റെ നാരായണേട്ടൻ അവിടെ നിൽക്കും. പിന്നെ ഞാൻ ഒരു ഘോഷയാത്രയും കാണില്ല. എൻ്റെ നാരായണേട്ടനെ മാത്രം നോക്കി ഞാൻ അങ്ങനെ നിൽക്കും. ഇങ്ങനെ ഞങ്ങൾക്കൊരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു മക്കളെ. ഒരുപാട് അനുഭൂതിയുള്ള ആ നിമിഷങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അന്നത്തെ ആ ഒരു കാലം, ആ ഒരു രസം. ഞാൻ എൻ്റെ നാരായണേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഘോഷയാത്ര കാണാൻ പോകുന്നത്. നാരായണേട്ടൻ്റെ ഒരു കള്ളച്ചിരിയും കള്ള ലീലാവിലാസങ്ങളും ഇതൊക്കെ എനിക്ക് മറക്കാനേ പറ്റുന്നില്ല മക്കളെ. നമുക്ക് കാലവും പോയി, എൻ്റെ നാരായണേട്ടനും പോയി. ഞാനിതാ ഇപ്പം വയ്യാതെ ഇവിടെ ഇരിക്കണ. ഇപ്പൊ എൻ്റെ പിള്ളേർക്ക് എന്നെ കാണുന്നത് ചതുർത്ഥി കാണും പോലെ. ശരി മാമി, ഞാൻ പോട്ടാ. ഘോഷയാത്ര ഇനി അടുത്ത് വന്നോ തോന്നുന്നു. നീ പോ പിള്ളേ. ശരി മാമി, ഞാൻ പോണേ. ഇത്തിരി പോയി കിടക്കിട്ട് പോട്ടാ. വയ്യ പിള്ളേ, നടുവേദന, കാലുവേദന, ഒട്ടും വയ്യ അമ്മയ്ക്ക്. പോട്ടാ. അന്നത്തെ കാലം അതൊക്കെ ഒരു ഓർമ്മയാണ് എനിക്ക്.